അങ്ങനെ ഇന്നലെ ഞങ്ങൾ മുങ്ങി യാത്ര പറഞ്ഞ് നിങ്ങൾ കണ്ടല്ലോ. ഞാൻ എവിടെയാണ് വന്ന് മുങ്ങിയെന്ന് അറിയണ്ടേ? ഞാൻ എത്തിയത് നമ്മുടെ വയനാട്ടിലാണ്. വയനാട്ടിലെത്തി ഇതാരാ നോക്കൂ, കണ്ടോ? കുഞ്ഞാവയുടെ അടുത്തെത്തി. കുഞ്ഞാവ് വന്ന് ഞങ്ങളെ വിളിച്ചു. നമ്മൾ പോയി ബാഗും എല്ലാം വെച്ചിട്ട് 1-2 പേരെ എനിക്ക് കാണാനുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് അറിയാത്തൊരു ട്വിസ്റ്റ് ഉണ്ട് ഇതിനിടയ്ക്ക്. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നില്ലേ, എൻ്റെ ഉറക്കുമായിരുന്നു. ചാച്ചിക്ക അമ്മ വരാനിരുന്നതാണ്, പക്ഷേ ടിക്കറ്റ് കിട്ടിയില്ല അന്നേരം പെട്ടെന്ന്. പിന്നെ അവൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട്, ക്ലാസ് കളയാൻ പറ്റാത്തത് കൊണ്ട് അമ്മ വന്നില്ല. അവധി എന്തെങ്കിലും കോളിൽ അവധി ഉണ്ടെങ്കിൽ അവൾ ബസ് കയറി വരും. കുറച്ച് സമയമല്ലേ ഉള്ളൂ, അവളുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത്തിരി ദൂരമേ ഉള്ളൂ. അപ്പം ഞങ്ങളൊന്ന് കറങ്ങിയിട്ട് വരട്ടെ. കുറച്ച് ദിവസമായില്ലേ. ഇത് ഒരിറക്കം ഇതുപോലെ വല്ലപ്പോഴും ഇറങ്ങുക, എല്ലായിടത്തും വായി നോക്കുക, തിരിച്ച് വീട്ടിൽ പോവുക. സ്വന്തം നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തെ അഹങ്കാരം കിടു പറയുന്നില്ല. പട്ടി ഷോയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്. വയനാട്ടിൽ വന്നപ്പോഴത്തേക്ക് മാമൻ പട്ടി ഷോ എന്നാണ് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു സ്ഥലത്ത് വന്നാ നമ്മൾ ഏത് സ്ഥലത്ത് വന്നാ? ആരെ കാണാൻ വന്നാ? പത്തനംതിട്ടന്ന് വന്നാണോ? നമ്മളെവിടെയാ വന്നേ? പൊന്നി ചേച്ചിന്റെ വീട് ഇവിടെ അല്ല. പൊന്നി ചേച്ചി അപ്പുറത്ത്. നമുക്ക് പോകുന്നതിന് മുന്നേ പൊന്നി ചേച്ചിയെ കാണണ്ടേ, അമലുവിനെയൊക്കെ കാണണ്ടേ. ഞങ്ങളിപ്പോൾ വന്നത് കുറുവാ ദ്വീപിലാണ്. പൊന്നി ഇവിടെ അല്ല മക്കളെ. പരിപാടി തുടങ്ങി ആണോ? റേറ്റുണ്ടോ എന്തോ. അതെ ടിക്കറ്റ്. എവിടെ പോവാടാ? നോക്ക് നോക്കി. അയ്യോ, എന്തേലും പറഞ്ഞ് നിർത്താം. നീ ഉള്ളതുകൊണ്ട് വലിയ ചാട്ടം ചാട്ടത്തില്ല. കണ്ടേ? ആണോ? അതൊക്കെ നമുക്ക് വേണ്ട, നമുക്ക് ഇച്ചിച്ചിയൊന്നും വേണ്ട. നമുക്ക് തിരിച്ചു വരുമ്പോൾ മതി അല്ലേ. ഇപ്പം നമ്മൾ ബോട്ടേ കയറാനേ പോകുന്നത്. കളിപ്പാട്ടം കൊണ്ട് വേണ്ടല്ലോ, ബോട്ടേ കയറ്റത്തില്ല. നമ്മൾ ബോട്ടേ കയറിയിട്ട് വരുമ്പോൾ മേടിക്കാമെന്ന് ചേട്ടനോട് പറഞ്ഞേരേ. നമുക്കുള്ള കളിപ്പാട്ടം വെച്ചേക്കാനേ. ആരുമില്ല, ആരും മേടി. എന്താ സൗണ്ട് ഇല്ലാത്ത? മാമൻ്റെ കയ്യപ്പിടി. നമുക്ക് അപ്പൻ്റെ കൂടെ. അപ്പൻ്റെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. മാത്രമല്ല ബോട്ടേ കയറ്റത്തില്ലടാ കളിപ്പാട്ടം കൊണ്ട് ഞാൻ. മാമൻ്റെ മാത്രമേ ഉള്ളൂ പൈസ, നമുക്ക് തരത്തില്ലടാ. ഇത്രയും കളിപ്പാട്ടം കണ്ടിട്ട് ഞാൻ അടങ്ങി പോന്നു നോക്കിയേ. അച്ഛൻ തരത്തില്ല. മാമനോട് പറഞ്ഞേ അപ്പൻ്റെ ബാഗ് ഇന്നലെ അച്ഛൻ തട്ടിപ്പറിച്ചോണ്ട് പോയ കാര്യം. നിക്ക് കേക്ക്. അപ്പന് ബാഗ് തട്ടിപ്പറിച്ച് 400 രൂപ എടുത്തല്ലേ കളെ? അപ്പൻ്റെ ബാഗിൽ നിന്ന് 400 രൂപയുടെ നോട്ട് എടുത്തോണ്ട് പോകുന്നു. പൈസ 800-ന്റെ കളിയുള്ളു. 800. ഓ ചുമ്മാ അവൻ എടുത്തോണ്ട് ഓടി. ഞാൻ പുറകെ പോയി പിടിച്ച്. ഞങ്ങൾ ചുമ്മാ ഓടി കളിച്ചത്. പക്ഷെ കളിപ്പാട്ടക്കട കണ്ടിട്ട് കരയാണ്ട് പോകുന്ന എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് എനിക്ക് കൊതിയാവുന്നു. ഇത്രയും നല്ല രമ്പോറ്റി കുഞ്ഞ്. ചാടി മുറിച്ചപ്പുറക്കായിരുന്നു ഉള്ളിലേക്ക് പോയി അവിടെ പോയി വെള്ളത്തിലിറങ്ങാൻ ശ്രമിച്ചില്ല. ഇപ്പൊ നിർത്തിച്ചോ? ആ വഴി വൃത്തിയാ. നല്ല മോനെ പട്ടാളം. അത് തന്നെ. ചിത്രക്കട കാണിച്ചാലേ ഫോട്ടോക്കെ എടുത്തിട്ടുള്ളൂ. നല്ല ഒന്ന് കണ്ട് കുഴപ്പമില്ല. അവൻ കീഴടങ്ങി. അവന് കളിപ്പാട്ടമൊന്നും വേണ്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു. അതില്ലാണ്ട് കേറില്ലെന്നല്ലേ? കുഞ്ഞിനെല്ലാം അറിയാം. എൻ്റെ ഒരു സന്തോഷത്തിന് ഇരിക്കട്ടെ. യാത്ര ചെയ്യുമ്പോൾ ജാക്കറ്റ് വെക്കണമെന്നാ വെള്ളത്തിലിറങ്ങും അല്ലേ കളെ? ഇത് പതുക്കെ പോകുന്നതാ. ബോട്ടല്ലേ പെട്ടെന്ന് പോകുന്നേ. ചങ്ങാട പതുക്കെയാ പോകുന്നത്. എന്തോ ഈ ബോട്ടില്ലേ ട്യൂബുണ്ടോ? അച്ഛൻ ഞങ്ങൾ
അങ്ങാടിയിൽ കയറി. അങ്ങാടിയല്ലടാ, ചങ്ങാടം. ചങ്ങാടിയിൽ കയറി. അത് ഞാനവാ. നല്ല കുഞ്ഞാണല്ലോ ഇത്. ഇതിനകത്തിരിക്കുന്നു. രൂപക്കുട്ടി കയറ്റി വെച്ചാലുണ്ടല്ലോ. അതെ, കുഞ്ഞിന് കാഴ്ചകൾ കാണുന്ന ആമ തല പുറത്തിടുന്ന പോലെ ഉണ്ട്. നമ്മള് നീല പച്ച പച്ചയില്ലേ? നീല പച്ചയോ? ആ പച്ച ബോട്ട് കണ്ടില്ലേ അവിടുന്ന്? പച്ച ബോട്ടോ? ആ എപ്പോ? ഉണ്ടല്ലോ. ഇപ്പൊ കണ്ടു. ആ ശരി, ഒരു പച്ച കളറിലെ നീല ബോട്ടല്ലേ? അത് ഞാൻ കണ്ടായിരുന്നു. ഇലകൾക്കിടയിൽ നിന്ന് ഓന്ത് എണീറ്റ് നോക്കുന്ന പോലെ ഉണ്ടല്ലോടാ. കാലം നോക്കിയേ, അപ്പോൾ ഉണ്ടാക്കിയതാ. ഇപ്പോൾ വിറക് കൊണ്ട് കയറി. ഇല്ലമ്മയ്ക്ക് വിറക് കൊടുക്കും. ആർക്കാ? സുലുവമ്മയ്ക്ക് വിറക്. വയനാട് വന്ന് കുറുവാദ്വീപി വന്ന് സുലുവമ്മയ്ക്ക് വിറക് വറക്കുന്ന കൊച്ചുമോ. ഇനിയിപ്പോൾ എന്തോ വേണം സുലുവമ്മയ്ക്ക്, അല്ലേ കളയെ? അടിച്ചേരാം. ആ, സ്പൈഡർമാൻ ഇന്ന് വീട് ഇന്ന്. ഓ, ഇങ്ങോട്ട് ഞങ്ങൾ ഇറങ്ങി പോവാ. ക്യാമറ ഓഫാക്കി ഇപ്പോൾ ഷോ നിൽക്കുന്നതാണ്. ആ, ഇനി അങ്ങോട്ട്. ആ, സ്പൈഡർമാൻ അങ്ങോട്ട് പോ. ആ, പോ. ഇതിലെ അല്ല, അതിലേ അല്ല, ഇതിലെയാ. ഞങ്ങൾ ഇതിലെയാ. ടാറ്റാ, ഓടി വാ. എടാ, ഊഞ്ഞാല് കുഞ്ഞാറ്റ കണ്ടു. ഉരുണ്ട് വീഴുവോ? മോൻ വീണപ്പോ കുഞ്ഞാറ്റ പാടിയ പാട്ട് എങ്ങനായിരുന്നു? കിടുവിനൊന്നും പറ്റില്ല, കിടുവിനൊന്നും പറ്റില്ല. കുഞ്ഞാറ്റന്റെ പാട്ടല്ലേ? എന്തോ പടക്കം ആമാത്ത, എന്തോ 4 പടക്കം, 4 പടക്കം വീട്ടിൽ വെച്ചിട്ടുണ്ട്. മലപ്പുറത്ത് വെച്ചിട്ടുണ്ട്, ഇന്ന് കിട്ടിക്കോളും. എന്നാ പോരെ. ഞാൻ പറഞ്ഞില്ല അവിടെ പാർക്കുണ്ടെന്ന്. എനിക്കറിയത്തില്ലായിരുന്നല്ലോടാ, നിന്റെ അത്ര ജീവിത പരിചയം എനിക്കില്ലല്ലോ. ഞാൻ ഇതോട്ട് ഉപ്പുമാവ് വായി കൊടുത്ത അമലൂന്. എന്നിട്ട് എന്താ പറ്റി? കുറ്റക്കാടൊന്നും കാണിച്ചാൽ ഞാൻ ഉപ്പുമാവ് വായി കൊടുത്തു. എന്നിട്ട് അമലു ഇപ്പൊ എന്താ, നീ എന്തോ ഇപ്പൊ പട്ടാളക്കാരോട് പറഞ്ഞേ? കുറ്റക്കാടൊന്നും കാണിക്കത്തില്ല. ആരാ പിന്നെ കുത്തക്കേട് കാണിക്കുന്നേ? ഞാൻ കുറ്റക്കാട് കാണിച്ചില്ലല്ലോ. എൻ്റെ മോൻ നല്ല മോനാ. പട്ടാളക്കാരെ കണ്ടു സെക്യൂരിറ്റി കണ്ട പറയാം, ഞാൻ കുരുത്തക്കേടൊന്നും കാണിക്കത്തില്ല. അമലു ഭയങ്കര വഴക്കാളിയത്. നല്ല സ്ഥലം. വലിയ മീനും ആഞ്ഞിലും വാഞ്ഞിലും 4, 5, 6 മീനുണ്ട് കുളത്തില്. ചീത്തോട്ടില്. എനിക്ക് ഒരു പേടിയില്ല മുതലേ. അമ്മ പിടിച്ച് തിരിച്ചാത് കണ്ടോ? ഒരു അമ്മയുടെ പീഡനം അവൻ്റെ അമ്മ പിടിച്ച് തിരിച്ചാന്ന്. എടാ കള്ള, അത് പാവമല്ല, അറിയുന്നുണ്ട്. അത് നഖം കൊണ്ടത് ഇവിടെ ആണല്ലോ. നീ പറഞ്ഞ അമ്മ പിടിച്ച് തിരിച്ചാന്ന്. നിങ്ങളിവിടെ ഇട്ടാ പൊട്ടി വിളിക്കാതെ. എടാ അത് പൊട്ടിയടാ. അപ്പം അമ്മ കാലേ വെച്ച് പൊട്ടിക്കുന്ന പോലെ പൊട്ടിക്കടാ. മോൻ അങ്ങനെ പൊട്ടിച്ചേ. അത്രേ ഉള്ളു കാര്യം. മോൻ അങ്ങനെ ചെയ്യണേ, മാമ ഇപ്പം ചെയ്ത പോലെ അങ്ങനെ. ആ ആ, എവിടെ പോയി? പാമ്പിനെ അടിച്ച് കൊല്ലു അവർക്ക്. ആ, പൂപ്പിയല്ല മോനെ, പീപ്പി. എനിക്ക് മാങ്ങയല്ല, എനിക്ക് കൈതച്ചക്ക മതി. അത് പെട്ടോളൂ, അത് കുഴപ്പമില്ല. ഒരെണ്ണം കൂടെ വെട്ടിക്കോേ. കൊള്ളാവോ? പുറത്തോട്ട് തുപ്പരുത്, അകത്തോട്ട് വലിക്കണം. അട്ടിക്ക് ഞാൻ ഇതിനകത്ത് കൊമ്മള വന്നാ മേളിലോട്ട് വലിക്കേ. ആ, എന്തൊരു താളം. അപ്പേ കുഞ്ഞ് എടുക്കുവാ. അപ്പേ കുഞ്ഞ് എടുക്കുവാ. കിട്ടോ കയ്യിലേ? പുതിയ മാമ ഇറക്കിയിടും. കിട്ടുമെന്ന് പറഞ്ഞത് അവന്റെ ഇരിക്കുന്ന പൂപ്പി. ഞങ്ങളുടെ പീപ്പി അവന്റെ പൂപ്പി. കുതിരേൻ്റെ ഇടയിൽ ഒരു പശു നിൽക്കുന്നത്, അത് കുതിരക്കുഞ്ഞാണോ? അത് കുട്ടിയല്ലടാ. അല്ലല്ല, അത് പശുവാ. അല്ലടി, കുഞ്ഞാന്ന് തോന്നുന്നല്ലേ. ഇത് പശുവാ?
അത് കുതിരക്കുട്ടിയാ. അവിടുത്തെ ഇത് പശുവാണ്. ഏതാ ഈ വെള്ളം ഇതൊക്കെ ആയിട്ട് അവിടെ അത്? പശുവല്ലേ? അവിടെ നിൽക്കുന്ന ഉറം കണ്ടോ അങ്ങ് ഒരു ചുമപ്പാ. അത് ഈ കാണുന്നാണോ? അത് തന്നെ അത് തന്നെ അത് തന്നെ. ഇത് കൊള്ളാതെ ഇങ്ങനെ സംഭവം ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ വരണം ഇതൊക്കെ കാണണമെങ്കിൽ. വയനാട്ടിലെ കാര്യമൊക്കെ കാണണമെങ്കിൽ ഞാൻ വന്ന് കാണിച്ചു കൊടുക്കണം. നല്ല കിടൂ. എത്ര കുതിര എണ്ണി നോക്കി കിടൂ? അച്ഛ വിളിച്ച് പറയണ്ടേ നമ്മൾ ഒത്തിരി കുതിര കണ്ടെന്ന്. വിളിച്ചു നോക്ക് വരുമോന്നറിയാം. കണ്ടാ മാനിക്കുന്നേ. ഫോണെ പിടിക്കാതെ മോനെ. ഒരെണ്ണം നോക്കുന്നു കിടൂനെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അമ്മ ഓർമ്മയുണ്ടോ? അത് നമുക്ക് ചക്കയുപ്പേരിയൊക്കെ തന്ന അമ്മ. അതാണ്ടായിരിക്കും നമ്മുടെ ബിബിമോൻ. ബിബിമോൻ വലിയ വീടൊക്കെ വെച്ച് കണ്ട അന്ന് കണ്ട വീടല്ല ഇപ്പോഴത്തെ വീട്. ബിബിമോൻ കൊട്ടാരം വെച്ചു. ഇനി ബിബിമോനെ കെട്ടിച്ചു വിട്ടാൽ മാത്രം മതി. ഞാനൊന്നും പോവത്തില്ല. അതെ ഇരുന്ന് ഞാൻ പോത്തില്ല. അവന് പതുക്കെ ആ കൊച്ചിൻ്റെ അടുത്ത് പോകാനുള്ള. അടുത്ത അങ്ങോട്ടാ പോകുന്നതെന്നറിയാം. നീ ഒരു വീഡിയോ എടുത്തേ. അമ്മേൻ്റെ ഒരു വീഡിയോ എടുത്തോണ്ടോ? കണ്ടു അമ്മേൻ്റെ തലയുണ്ടോ? കുഞ്ഞാ നീ എന്നെ മിണ്ടാണ്ടിരിക്കണേ. മാമനോട് വർത്താനം പറ. കുഞ്ഞമാമൻ ഇതാണ് ഗൈസ് കുഞ്ഞമാമൻ. അവൻ തന്നെ പറയുന്നതല്ലോ. അപ്പ ഉണ്ടോ അതിനകത്ത്? മൊത്തത്തിലുണ്ടോ? കിടുവാ വീഡിയോ എടുക്കുന്നത്. കിടുവിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. വേറെന്തോ പറയണ്ടേ? എന്തോ സംസാരിക്കണ്ടേ? ഓ വളച്ചൊക്കെ അങ്ങ് എടുക്കുക. അമ്മയുടെ മോൻ തന്നെ. എടാ ഞാൻ വേറെ എന്തോ പറയണ്ടേന്ന് പറ. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നുണ്ടോ? ഇതിന്റെ പിന്നാമ്പത്ത് അവനാ പറയുന്നത്. അവന് പൂച്ചേനെ തപ്പി നടക്കുക. അതിനകത്തങ്ങ് പൂച്ചയില്ലടാ. അത്രയൊന്നും ഇടണ്ട. രണ്ടെണ്ണം വന്നിട്ട് ഇപ്പൊ തിരിച്ചു തരും. ഇതിന് വേണ്ടിയിട്ടാ ബൈക്കിൽ കിടന്ന് അവൻ ഇല്ലാത്ത പടാപ്പാട് കാണിച്ചത്. കൊണ്ട് കൊടു. കയ്യിലെടുത്ത് കൊടുക്കണ്ട. മാമ പ്ലേറ്റിൽ നിന്ന് എടുത്തോളൂ. എൻ്റെ കൊച്ചിനെ വിഷമിപ്പിക്കാതെ. തെറിച്ചു പോവാ അമ്മ. അടി കൊടുത്തു. കണ്ട അടി കിട്ടി. മാമൻ അടി കിട്ടി. അതാ എല്ലാ കാര്യത്തിൽ ഗ്ലാസ്സിൽ പാലൊഴിച്ചു കൊടുത്തിട്ട് ചായയാ മോനേന്ന്. എങ്ങോട്ടാ താലപ്പൊലി? എന്തോ ചെയ്യാന്. അമ്മയ്ക്ക് അറിഞ്ഞൂടാ അന്നല്ലേക്കളെ നമ്മൾ എത്രത്തോളം ഡയലോഗ് അടിക്കുമെന്ന്. പേടിപ്പിക്കുമെന്നു ഹെൽമെറ്റ് വെച്ച്. എല്ലാം കുഞ്ഞമ്മാമനെയാ. അതെ കുഞ്ഞമ്മാമ ഇപ്പൊ പേടിക്കും. നോക്കിയിരുന്നു. വേണ്ട എന്നെ സ്നേഹിക്കണ്ട. മതി കഴിച്ചോ. മാമനോട് മാമനെ എടാ മേടിക്കടാ. നിങ്ങൾ കിടുവിൻ്റെ മുഖത്തെ നാണം കണ്ടോ? നാണം. ഈ നാണത്തിന്റെ കാരണം അതോ നിൽക്കുന്നുണ്ട്. പരസ്പരം. നീ വീഡിയോ എടുക്കുന്നില്ല. നിനക്ക് ഷോ കാണിക്കാനല്ലേ? അന്നാ പോയി അവളെ വീഡിയോ എടുത്തിട്ട് ക്യാമറ കുത്തല്ലേ ഇങ്ങനെ. അവൻ്റെ ഒരു ഷോ. അവളോട് സംസാരിക്കാൻ പറയണം. അടുത്തെന്ന് പറ. അങ്ങനെയാ സംസാരിക്കാൻ പറ. മാളു സംസാരിക്കാൻ പറഞ്ഞ മിണ്ടാൻ. അവന് നാണം വന്നിട്ട് വയ്യ. വീഡിയോ കാണണ്ട എന്റെ കൃത്യമായിട്ടന്ന്. എടാ എല്ലാരും വീഡിയോ എടുക്കണം. മാളുവിനെ മാത്രം നീ പകർത്തി വെക്കുന്ന എന്തിനാ? മാളുവിന്റെ അമ്മേനെ എടുത്തോ നീ വീഡിയോയില്? വീഡിയോ എടുത്തില്ലേ? വീഡിയോ പിടിക്കുവായിരുന്നു. ആരുടെ വീഡിയോ? മായിന്റെ വീഡിയോ ആണോ? പോസ്റ്റ് ചെയ്യുന്നുണ്ട്. മാളു ഡാൻസ് കളിച്ചു കൊടുക്ക്. അങ്ങനെയാ അവളാടാ. അവന്റെ അമ്മയുടെ ഫോണില് കാര്യം പറയുക. അങ്ങനെയാ ഒളിച്ചിരിക്കുന്നു. കണ്ടെന്ന് പറ മോനെ. കണ്ടുപിടിച്ചേ. ഞങ്ങൾ അവള് കട്ട കലിപ്പ് നിൽക്കുക. അവൻ വിളിച്ചോണ്ട് പോകും. ബാ ചേട്ടൻ വിളിക്കുന്നല്ലേ. വാ മോ സ്നേഹത്തിൽ പറ. എടാ മതി. നീ വാ.
പല നമ്പർ ഇട്ട് എന്റെ ചെറുക്കൻ പല നമ്പർ ഇട്ടിട്ട് കേൾക്കുന്നില്ലല്ലോ. തെരുവിലൊക്കെ മേടിച്ചതാ. വേറെന്തോ മേടിച്ചു കൊടുക്കും? മിഠായി മേടിച്ചത്. പിന്നെ വേറെ എന്തോ കൊടുക്കും? മിണ്ടാത്തെ മിണ്ടുന്നുണ്ട്. എന്തോ പറഞ്ഞു? ഫോട്ടോ എടുക്കുന്നതിന് അങ്ങനെ പറഞ്ഞോ? മക്കള് പാടിക്കേ. കാണാൻ എന്ത് ചന്തമാണിത്. സൂക്ഷിച്ച് കാല് എല്ലാവരുടെയും. ബാ ഉള്ള ഇങ്ങി വന്നേ. വണ്ടിയില്ല. എടാ കള്ള, എത്ര വണ്ടി ഉണ്ട് അവിടെ? ഒന്നുണ്ട്. ആ, ഒന്നേ ഉള്ളൂ. ആ, ഈ കുഞ്ഞാവ മീശയില്ലാത്തവനൊന്ന് കളിയാക്കി വീട്ടിൽ മീശ മരച്ചോണ്ട് നടക്കുന്നേ. എങ്ങനെ എങ്ങനെ ചെന്ന് ചോദിച്ചു എന്താ മിണ്ടാത്തേന്ന്. ഒന്ന് വിളിച്ചിറക്കിക്ക്, കയ്യെ പിടിച്ച് ഇറക്കി കൊണ്ടുപോവാ. മിണ്ടുന്നുണ്ടോ? മിണ്ടുന്നുണ്ട്. അങ്ങോട്ട് ചെല്ല്. ഉറക്കത്തിൽ നിന്ന് എണീറ്റാ. ഇത് കൊണ്ട് കൊടുത്തേ. എല്ലാ പിള്ളേർക്ക് മുട്ടായി കൊണ്ട് കൊടുക്ക്. അച്ഛൻ എന്ത് ഉറക്കത്തിലായിരുന്നു? എവിടെയാ? അയ്യോ ഒന്ന് കാണട്ടെ ഞാനൊന്ന്. കുഞ്ഞാറ്റേ, പനി പിടിച്ചു പോയടാ. കൃഷ്ണ ചേട്ടോ, ശാന്തി ചേച്ചി എന്തിയേ? ആണോ? എടാ ചുന്ദരി, എത്ര ദിവസമായി കണ്ടിട്ട്. മുടിയൊക്കെ അങ്ങ് വളർന്നല്ലോ. എന്താ കറിച്ചിരിക്കുന്നേ? അപ്പുവേ, എല്ലാവർക്കും എടുത്ത് കൊടുക്കും മുട്ടായി. ഏണ്ട് കൃഷ്ണൻ ചേട്ടൻ നിങ്ങളുടെ ആരാധകരാണെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടെ പോയിട്ടൊരു വീഡിയോ എടുത്ത് അവരെ ഒന്ന് കാണിക്കാം. പൊന്തിരി സൗന്ദര്യം അങ്ങ് കൂടില്ല. ഇതെന്ത് വെള്ളം കോരി ഒഴിച്ചോ തലയിൽ? ഇതെന്തോ കുളിച്ചതാ? ഇതിൻ്റെ തല തോർത്ത് നീ? അയ്യോടാ, ദേ കിടക്കുന്നു വെട്ടിയിട്ട വാഴ പോലെ. ഫോണൊക്കെ വെച്ചിട്ട് ഇരിക്കുകയാണല്ലോ. എന്തുണ്ട് വിശേഷം? നീ വീഡിയോ ഒക്കെ കാണുന്നുണ്ടോ? അവിടുത്തെ കിളിയൊക്കെ കണ്ടോ? നീ എല്ലാം കാണുന്നുണ്ടോ? പനി പിടിച്ചോയോ? പനിയുണ്ടോ? ആശുപത്രി കാണിച്ചില്ലടാ? നിനക്ക് ചുമയാണോ? നിനക്കില്ലാത്ത വല്ല പ്രശ്നമുണ്ടോ? നിന്റെ അമ്മ എന്തിയടി? എടാ കിടു, ഉറക്കത്തിൽ നിന്നായോണ്ടായിരിക്കും. കിടു, ദേ പൊന്നു ചേച്ചി. ആ, എൻ്റെ പൊന്നു ചേച്ചി പൊളിച്ചു തരുമല്ലോ. പൊന്നു ചേച്ചി. ആ, അവിടെ ആളിപ്പോൾ അമലിങ്ങി വന്നേ ചോദിക്കട്ടെ. എടാ കിടു, ഇത് വന്നേ. ദേ അമലു. നീ അമലിനോട് മിണ്ടിയില്ലല്ലോ. അപ്പുവേ, അപ്പു, അടുക്കള ഇങ്ങോട്ടേക്ക് മാറ്റിയോ? മറ്റേ പൊളിച്ചോ? അപ്പോ മൊത്തത്തിൽ അവിടെ ഒരു മാറ്റം പോലെ. വന്നേ ചോദിക്കട്ടെ. അമലുവേ, അംഗൻവാടി പോകുന്നുണ്ടോ? ഉണ്ടോ? കള്ളത്തരം പറയല്ലേ. കണ്ട അംഗൻവാടി പോകുന്നില്ലല്ലോ. കുളിച്ചോ? പൊന്നി തല തോർത്തിട്ടില്ലല്ലോ. പൊന്നി വരുന്നോ? പൊന്നി എൻ്റെ കൂടെ, കിടുവിൻ്റെ കൂടെ വരുന്നോ? നമുക്ക് കിടുവിൻ്റെ കൂടെ അങ്ങ് പോവാം. അപ്പുവേ, വേണ്ടേ? എന്നാ വേറെ സൂത്രം എടുത്ത് കൊടുക്ക്. അപ്പു ഇനി വന്നേ. എടാ, അപ്പുവിനെ സ്നേഹിക്കുക. അങ്ങോട്ട് വിളിച്ചോണ്ട് വാ. ഇവിടെ ഇരുത്ത്. അങ്ങോട്ട് വന്നേടാ അപ്പു. അവിടെ ഇരുന്നേ. എന്താ പറ്റി? മുഖത്തെന്തോ ഒരു വിഷമം? അവിടെ ഇരുന്നേ ചോദിക്കട്ടെ. എന്താ പറ്റി? എന്തോ ഒരു വിഷമം എന്തുവാ? എവിടെ? അതിനെ പറ്റിയേ? കൈ മാറ്റി. ഇവിടെ പല്ല് മുളയ്ക്കോ ഇപ്പോ? എടാ, അവൻ ഇവിടെ പല്ല് മുളയ്ക്കോ? ഇതാണ് ശാന്തമ്മ അല്ലേ? ശാലിനി ചേച്ചിയുടെ അമ്മ.
പരിഭവങ്ങളാണ്. രണ്ടു മൂന്നിടത്തുനിന്ന് കുടിച്ചു. എന്നാലും കൃഷ്ണൻ ചേട്ടൻ നന്നായി ഞാൻ കുടിക്കും. വെച്ചോ. ഒട്ടിപ്പോം ക്യാമറയിൽ ഒട്ടും വേണ്ട. അതുകൊണ്ട് ഈശ്വര കല്യാണം കഴിച്ചെന്നു. അമ്മല് കരയും. വീഡിയോയിൽ കണ്ടോ ജാനുവിനെ പോലത്തെ? ആ ഫോട്ടോയോ? ജാനുവിനെ പോലത്തെ ആണോ? ആണോ? പൊന്നീൻ്റെ പല്ല് പറിച്ചു. പൊന്നിൻ്റെ പല്ല് പോയില്ലേ ഇതുവരെ? എന്ത് ആടുന്ന പല്ല് പോയില്ല ഇതുവരെ? ആ പിഴുതു കയറണോ? എല്ലാവർക്കും പല്ല. നിനക്കൊണ്ടോടി? എന്ത് ചെയ്യാ? മോൻ്റെ ഏത് പല്ല ആടുന്നേ? നമുക്ക് പറിച്ചെടുക്കാം. എല്ലാം എല്ലാം അങ്ങനെ പറിച്ചെടുക്കാം. ഉമ്മ കൊടുത്തോ? ഇതൊക്കെ നാണം. എന്ത് പടി പെണ്ണേന്നല്ലേ ഉമ്മ കൊടുക്കാൻ? ഒരു ഉമ്മയും കൂടെ എനിക്ക് വയ്യല്ലേ. നിനക്കെന്തോടാ നാണം? ഓ എൻ്റെ ഒരു പൊന്നി ചേച്ചി. ആ ഇവരുടെ പ്രശ്നം കഴിഞ്ഞില്ല. എത്ര കുഞ്ഞാ പ്രശ്നം? എന്നാലും ഒന്ന് പറ. വേറെന്തോ കാരണം കിടന്ന്. അതായത് ആരോ പറഞ്ഞു കൊടുത്തു കുഞ്ഞവരുടെ കല്യാണം കഴിഞ്ഞതല്ലേ? അച്ഛൻ്റെ പെങ്ങളല്ലേ? അച്ഛൻ്റെ പെങ്ങളല്ലേ? ആ കുഞ്ഞാവയുടെ അച്ഛൻ്റെ ചേച്ചിയാ. അപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു കുഞ്ഞാവയുടെ കല്യാണം കഴിഞ്ഞത്. അപ്പോൾ പറയാണ്ട് കല്യാണം കഴിച്ചു എന്നുള്ള പരിഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവൻ. ആരോ വെറുതെ പറഞ്ഞതാ. ആണോ അമലു? മാമൻ്റെ കല്യാണം കഴിഞ്ഞോ? ആന്ന് ഉണ്ടോ? പാവടാ കുഞ്ഞാറ്റല്ലടാ നിന്നെ നോക്കി. തുടങ്ങി. അയ്യാ നൈസിലത് മേടിച്ചോണ്ടോ ചോദിക്കേ. അടങ്ങിയിരിക്കടാ. അമലുവിൻ്റെ ഒരു കാര്യമല്ലടാ. നീ ഫിറ്റാണോ? കോലുമുട്ടായി തലക്കി പിടിച്ചതാ. ഒന്നുകൂടെ അമലു അവൻ്റെ ആൾക്കാരെ കണ്ടപ്പോൾ നോക്കി. അമലു ഒരു ഉമ്മ കൊടുത്തേ. അമലു എടാ കിടു. ഇതാ അടുത്ത ഉമ്മ. മുട്ടായി തണ്ടെങ്കിൽ കിടു. ദേ അമലു ഉമ്മ തരുന്നു. മോനെ ഷൂ ഊരിയിടാത്ത എന്താ? പൊന്നിച്ചേച്ചി ഊരി തരും. എന്നാലും പൊന്നിച്ചേച്ചി സഹായിച്ചു തരും. ഊരിയിടാൻ പോവാ. എടാ ശാലിനിയമ്മ എന്തിയാ നീ ചോദിച്ചോ? ആച്ചൂത്തി പോയോ? അമ്മയ്ക്ക് എന്തോ പറ്റി? എവിടെ? ആണോ? ഇതൊരു കവറിൽ പൊതിഞ്ഞു വെച്ചായിരുന്നു. അപ്പൂന് പനിയുണ്ടോ? ആണോ? അപ്പൂന് പനിയുണ്ടോ? എന്താ പറ്റി? അപ്പൂന് പനിക്കുന്നുണ്ട് കേട്ടോ. ആണോ? സ്കൂൾ വിട്ട് വന്നപ്പോഴും ഉണ്ടായിരുന്നോ? എടാ നീ കിച്ചമാമനെ കണ്ടിട്ട് മിണ്ടിയോ? ഇടിച്ചു തൂത്ത് തരാം ബാ. എൻ്റെ പൊന്നു മോനെ നീ അടങ്ങിയിരി കുഞ്ഞേ. തൂത്ത് തരട്ടെ. പുത്രൻ്റെ വിശേഷം ചോദിക്കട്ടെടാ. എന്തുകൊണ്ടാ വിശേഷം? നിന്റെ ആരാധകരൊക്കെ ചോദിക്കുന്നു കുഞ്ഞാറ്റ എവിടെ. വേണ്ട പാവ ഇരിക്കുന്ന ഇരിപ്പ് നോക്കി. എങ്ങനെ വളർന്ന ചെറുക്ക, എങ്ങനെ തുള്ളിച്ചാടി നടന്ന ചെക്കനാ. നീ വരുന്നോടാ എൻ്റെ അവിടെ? സുലമ നിന്നെ കാത്തിരിക്കുക അവിടെ. സ്കൂളുണ്ടോ?
സുലൈമ എപ്പോഴും നിന്റെ കാര്യം പറഞ്ഞ് കരയും. നിന്റെ കണ്ണ് നിറഞ്ഞിരിക്കുവാന്നോ? എടാ ഇവന്റെ കണ്ണ് നിറഞ്ഞടാ. ഈ അവധി വന്ന അന്നേരം പോരെ കേട്ടോ. 2 ദിവസം അവധി ഉണ്ടല്ലോ, നീ പോരെ അങ്ങോട്ട്. പൊന്നി വരുന്നു. പൊന്നി പൊന്നി വരാൻ റെഡി കേട്ടോ. കപ്പ കപ്പ ചെയ്യുന്നുണ്ട് ശാന്തമ്മ. നാളെ വന്നു. ഹീലുള്ള ചെരുപ്പ് അവൾ ഒപ്പിച്ചു കേട്ടോ. ഞങ്ങൾ 5 കട സീതത്തോട്ടും ചുറ്റാറെല്ലാം നടന്നിട്ട് ഹീല് കിട്ടിയില്ല. അതാ കാണിക്കുന്നത്, ഹീലുള്ള ചെരുപ്പ് കിട്ടി കൊച്ചിന്. ഇതൊക്കെ ഇട്ടുണ്ടോ ഇപ്പം? ഒന്നിട്ട് കാണിച്ച് നോക്കട്ടെ. ഞാൻ ഹീലിട്ട് നടക്കുമ്പോൾ തൊട്ട് അവർക്ക് ഹീലിട്ട് ചെരുപ്പിട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. ഇല്ല ശാന്തമ്മേന്നിടയ്ക്ക് ഇതാ ശാല്യമ്മയുടെ അമ്മയാ. ഇതാണ് അപ്പു പറയുന്നത് ശാന്തമ്മേൻ്റെ അടുത്ത് പോവാന്ന്. ഇതാണ് അമ്മ. കണ്ടോ ശാല്യമ്മയുടെ അമ്മേ? ആണോ? അത്രയും മതി. ശാന്തമ്മയാന്ന് പറഞ്ഞോണ്ടാവും മേടിച്ചു കഴിച്ചാൽ മതി. എന്തിനാ മറക്കുന്നേ? ആയിക്കോട്ടെ, ഞാൻ മറക്കത്തില്ല, അവനും മറക്കത്തില്ല. കുഞ്ഞാവെ കല്യാണം കഴിച്ചാലേ എന്നെ മറക്കല്ല. ഇപ്പൊ അതാണ് പ്രശ്നം. കുഞ്ഞാവൻ്റെ അച്ഛൻ്റെ പെങ്ങളാ പറ്റിയ കുഞ്ഞാവനെ നല്ലൊരു കല്യാണം കഴിപ്പിക്കാം. വിഷമിക്കണ്ട, നല്ലൊരു കല്യാണം കഴിപ്പിക്കാം. നമുക്ക് കെട്ടിക്കാം. ഇല്ല, കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കാം. പേടിപ്പിക്കുന്നു കുഞ്ഞാ എന്നെ വിട്ടു. ഇതാ അച്ഛൻ അനീൻ്റെ മോന, ചാച്ചൻ അനീൻ്റെ മോനാ. അങ്ങനെ പറയരുത്. ഷെഫാണോ എവിടെ? കൊച്ചിയിലോ? എന്താ പണിക്ക് പാത്തേന്ന്? അവനവിടെ നിർത്തി. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കുറെ തവണ വന്നിട്ടുണ്ടോ? താഴത്തെ വീട്ടിൽ, ഞാൻ കിടക്കുന്ന വീട്ടിൽ. അപ്പം എനിക്കറിയാം, പറഞ്ഞിട്ടുണ്ട്. നല്ലൊരു വട്ടായിരുന്നല്ലോ. കഴിഞ്ഞില്ലയോ? കേടു, നമുക്ക് പോയാലോ? പോന്നോ? നമ്മൾ വീട്ടിൽ പോന്നോ? ഇല്ലേ? ഇനി ഇവിടെയാണോ? ശാലിനിയമ്മയെ കണ്ടോ നീ? ഞാൻ എന്നാ പോകും. ഞാൻ എന്നാ ഒരു കാര്യം ചെയ്യാം, അമലുവിനെയും കൊണ്ടുപോവാം. നീ ഇവിടെ നിന്നു. പൊന്നീനെയും കൊണ്ടുപോവാം. പക്ഷെ നിന്നെ കൊണ്ടുപോകത്തില്ല. അവൻ പൊന്നി ഉള്ളിടത്തെ നിൽക്കുമോ? അവന് പൊന്നിയെന്ന് വെച്ചാൽ ജീവനാ. ആണോ? എല്ലാം ശരി, അടിപൊളി പാട്ടാണല്ലോ. ചേച്ചി പോരുവോ? എടാ ഞങ്ങൾക്ക് ചായ കിട്ടി. കിടു, ഞങ്ങൾക്ക് കട്ടൻ ചായ കിട്ടി. നിനക്കോ? എന്താ കഴിക്കുന്നോ? സമാധാനപരമായി നിന്ന് കഴിക്കുക. ഇല്ല, ഇപ്പം എണ്ണീട്ടോളൂ, കുഴപ്പമില്ല. ശാലിനിയും ഇതെവിടെ പോയിട്ട് വരും? ഇതെന്ത് മൂടിക്കെട്ടി വന്നേ? എടാ ആരാടാ അത്? എന്നോട് പറഞ്ഞു ചേച്ചി പൊക്കോളാൻ, അവൻ ഇവിടെ നിൽക്കുന്നതെന്ന്. ഞാനെന്നാ പോവും. ഞാനേ അജിതയുടെ കുഞ്ഞിനെ എടുത്തോളാം. നീ ഇവിടെ വന്നു. ആഹാ, അജിതയുടെ കുഞ്ഞിനെ എടുത്തോളാം. അല്ലേ അജിതയുടെ കുഞ്ഞിനെ എടുക്കല്ലെന്ന് പറയുന്നവനാ. വരുന്നില്ലെന്ന്. വയനാടുകാരി തണുത്ത് ഉറച്ചിരിക്കുന്നുണ്ടോ? വീട് ഉറങ്ങിയോ? കളിച്ചോണ്ടിരുന്നോ? ഞങ്ങൾ അപ്പം നീ ഉഷാമ്മയുടെ അടുത്ത് വരുമെന്ന് പറഞ്ഞതോ? ഉച്ചമ്മയുടെ ബലൂണോ? രാത്രിയാകുമ്പോൾ കരയാനല്ലേ?
നമുക്ക് പോയിട്ട് രാവിലെ വരാം. ഇല്ല ഇല്ല, പോയിട്ട് രാവിലെ വരാം. മതി, പോയിട്ട് രാവിലെ വരാം. നാളെ അവധിയാണ് ഇവിടെ. മതി കളിച്ചത്. എടാ ഏതിനും വേണ്ട നീ എന്തോ. ബാ പോവാ. പൊന്നു ചേച്ചി അങ്ങോട്ട് പോവാ. പൊന്നു ചേച്ചി അവിടെ നിൽക്കാം. ബാ, ഞങ്ങൾ പോകുന്നു. കൃഷ്ണൻ ചേട്ടാ പോവാ. കുഞ്ഞാറ്റേ പോകുന്നേ. ഞങ്ങൾ പോവാണേ. തിരിച്ചു പോന്നു. ഇങ്ങോട്ടിറങ്ങിയോടാ. അത് പൊന്നിയല്ല, അമലുവാ. പൊന്നിന് എന്ത് വേണം? പൊന്നിന് എന്ത് വേണം? പൊന്നിക്ക് പനിയാ, ആശുപത്രി കൊണ്ടുപോവാന്ന്. എന്നാ ഡ്രസ്സ് മാറിയിട്ട് വാ. എടാ ഉടുപ്പ് മാറി വരുവാ. ഉടുപ്പിടണ്ടേ അവള്? നിന്റെ കൂട്ട് തുണി ഇല്ലാണ്ട് പോകാൻ പറ്റുമോ? ഇത്തിരി കഴിയുമ്പോഴത്തേക്ക് അവൻ്റെ സ്വഭാവം മാറുമെന്ന്. അല്ല, അവൻ അങ്ങനെയാ കയറുന്നേ. ഉണ്ടോ ഇങ്ങനെ കയറാൻ അറിയാൻ പൊന്നി? ഷൂട്ടേ അപ്പോഴത്തേക്ക് പൊന്നി ചെരുപ്പിടും. രാവിലെ ഞാൻ കൊണ്ടുവന്ന് വിടാം. ആ പൊന്നിയുടെ ചെരുപ്പ് എന്തിനാ നീ ഇടുന്നേ? നീ നിന്റെ ചെരുപ്പിട്. പൊന്നിയുടെ ചെരുപ്പിടുവേ. നീ ഷൂട്ട് ഉണ്ടെന്ന് കയറി കാണിച്ച്. വണ്ടി കയറി കാണില്ലേ? എടാ ആദ്യം നമ്മളെ വിടും, എന്നിട്ട് വന്നിട്ട് പൊന്നിനെ എല്ലാ വണ്ടി മാമൻ ഓരോരുത്തരായിട്ട് കൊണ്ടുവരും. ലാസ്റ്റ് പിച്ച മാമനെയും കൊണ്ടുവരും. എടാ ബൈക്കിൽ കയറി നമുക്ക് പോവാം. ഇനി നമ്മള് ബലം പ്രയോഗിക്കും. പോയിട്ട് വരാന്ന് പറ. പോയിട്ട് വരാന്ന് പറ. അതൊക്കെ കണ്ടു കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പോയിട്ട് വരാന്ന് പറ എല്ലാരോടും. പൊന്നി വാ, പൊന്നി കയറിയിരി. പൊന്നി വാ, നമുക്ക് എല്ലാവർക്കും കൂടെ പോവാം. ഉള്ള സ്ഥലത്ത് കയറാം. എന്തേ സ്ഥലമുണ്ട്. അവ സ്ഥലം കണ്ടെത്തി. പൊന്നി വാ. ഈ ഉടുപ്പ് മതി. വാ, വേറെ നാളെ മാറേണ്ട ഉടുപ്പൊരെണ്ണം കയ്യിലെടുത്തോ വേണേ. ഉടുപ്പെടുക്കട്ടാ. ഞാൻ ഇവിടെ ഇട്ടു നിന്നെ. അടുത്ത ആള് കരയുന്നു. കൂട്ടക്കരച്ചിലാണല്ലോ. അമലും കരച്ചിൽ തുടങ്ങി. എടാ വരുവാടാ. എടാ വരുവാടാ. എൻ്റെ കുഞ്ഞാറ്റേടാ നിപ്പം നോക്കി. ഒരു വാക്കൊന്നും ഒഴിഞ്ഞിട്ടില്ല. വരും. പൊന്നി ഉടുപ്പിടുവാ. നീ ഹെൽമെറ്റ് ഇട്ടോണ്ടാ ഇരിക്കുന്ന ഇരിപ്പ് നോക്കിയേ. തടിക്കൈ ഇല്ല മോനെ. അപ്പം ഹെൽമെറ്റ് ഇട്ടോ. അങ്ങനെ ചെയ്യുവോ? ചുമ്മാ പറയുക. രാവിലെ കൊണ്ടുവിടാൻ കിടൂന്നെ കേട്ടോ. നീ ഇറങ്ങുന്ന എന്തിനാ? കൊണ്ടുവിടാ. അങ്ങനെ ഒരെണ്ണം. ഞങ്ങളപ്പോൾ പോട്ടെ. ഞങ്ങൾ പോവാ. ഞാൻ ഗേറ്റ് തുറന്നു കൊടുത്തു. ആരൊക്കെ ഇരിക്കുന്നു നോക്കി അള്ളിപ്പിടിച്ച്. ഇതാണ് നമ്മുടെ കണ്ണാപ്പിയുടെ വീട്. ഇതാണ് ഉഷയമ്മ, എൻ്റെ കിടിച്ചേട്ടൻ്റെ ഉഷയമ്മ. അതെന്താ സുന്ദരിയല്ലേ അവൻ്റെ ഉച്ചയമ്മ. ഇതിനെ കൊണ്ടല്ലാണ്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങത്തില്ല. ഇത് കണ്ണാപ്പിയുടെ അമ്മ, അതായത് കുഞ്ഞാവയുടെ അമ്മയുടെ അനിയത്തി. എല്ലാവർക്കും മനസ്സിലായി. ഞങ്ങൾ ഇന്ന് ഇവിടെയാണ് താമസം അല്ലേ. ഞങ്ങളെ 3 പേരുടെ താമസം ഇന്ന് ഇവിടെ. ഇതിനെ ഞങ്ങൾ പറഞ്ഞു വിടും. വന്നല്ലോ, ഇനി കളിക്കണ്ടേ ബലൂൺ. ഉഷയമ്മയുടെ മുമ്പ് ഭയങ്കര കളിയായിരുന്നു അവിടെ, ബലൂൺ കളി. ചെരുപ്പൂരിട്ടെ. അവന് പ്രിയപ്പെട്ട ഉഷയമ്മ എന്നോട് എന്താ പറഞ്ഞു? ഇടയ്ക്കെല്ലാം പറയും ഉച്ചമ്മ എടുത്തു പോകാമെന്ന്. ഇവിടെ അങ്ങനെയാണ് പൊന്നിയെ കണ്ടപ്പോൾ പറഞ്ഞു പൊക്കോളെ, വീട്ടിൽ പൊക്കോളെ. പൊന്നിയുടെ ബാഗ് ഇതാ. പൊന്നി എന്തൊക്കെയായിട്ടാ വന്നേക്കുന്നേ. ഞങ്ങൾ കണ്ണാപ്പിയുടെ വീട്ടിലെത്തി. അടുക്കള, ഒരു മുറി, മറ്റൊരു മുറി, വേറൊരു മുറി. നമ്മൾ ഹോം ടൂർ ഒന്നും എടുക്കുമല്ല, അതുകൊണ്ട് ഇത്രയുമേ ഉള്ളൂ വീടല്ലേ. നമ്മൾ ആരുടെ വീട്ടിലെത്തിക്കിടൂ? അതിൻ്റെ അത് കണ്ണാപ്പി തന്നേ. ആനക്കകത്ത് എന്തോ ഉള്ളേ? ബോംബുള്ള ആനയാ. ഇതാണ് ഉഷാമ്മ. ഉഷാമ്മ അവനെ കൂടെ ഓടിക്കളിയായിരുന്നു മുമ്പേ. കുറേ നേരം കളിച്ച്. ഇവിടെ ഇരുന്നാൽ മതി. അവനെ പിടിച്ച സ്ഥലമാണ് ഒന്നിവിടെ. 2 ശാലി ചേച്ചിയൊക്കെ പിന്നെ പരിചയമുണ്ടല്ലോ. ആനേൻ്റെ വാലിച്ചിട്ട് തിരിച്ചു വെച്ചേരെ. ഇങ്ങനെ ഇരുന്നോട്ടെ ആനേൻ്റെ വാല്. അത് മെത്ത് കൊള്ളും കുഞ്ഞിൻ്റെ. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് പൊന്നി ചേച്ചി നമ്മൾ വിടുന്നുണ്ടോ ഇനി? നമ്മൾ എവിടെ കൊണ്ടുപോവാ? അപ്പൊ ശീത്തോട്ട് ഞങ്ങൾ പൊന്നി ചേച്ചിനെ കൊണ്ടുപോവാ അല്ലേ. പൊന്നി ചേച്ചി വരാനും റെഡിയാ. അപ്പൊ ടാറ്റാ. 3 പേരോട് കളിക്കുവാ. ഭയങ്കര കഥ പറച്ചില്. കിടിച്ചേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ്. നല്ല തണുപ്പ്, നല്ല തണുപ്പ്. വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ്. ഇതെവിടെ നിന്ന് ഒപ്പിച്ച് ബലൂണ്?
അടിച്ചു വാരിൻ്റെ കൂടുതൽ ഒരെണ്ണം പൊട്ടാത്തുണ്ടായിരുന്നു അതെന്നെ കൊണ്ട് ഏൽപ്പിച്ച്. മേശപ്പുറത്ത് ഇരുന്ന് എത്തുന്നില്ല ആശാന. ഇനി ഞങ്ങൾ താഴെ ഇരിക്കും അല്ലേ? എൻ്റെ കുഞ്ഞിന് ചോറ് തന്നില്ല ക്ലേ? ഇല്ല നിൽക്ക് ഞാൻ പപ്പടം ഉച്ചമ്മ എടുത്തിട്ട് വരുവാ പൊന്നിന്. പപ്പടം പപ്പടം ഇവിടെ ഉണ്ട് കുഞ്ഞിന്. ചോറ് ആ എന്തൊക്കെയാണ് നമ്മൾ കഴിക്കുന്ന ഗൈസ്? ഗൈസ് കൈയൊക്കെ മാറ്റും. കുളിച്ച് കുട്ടപ്പനായ ഗൈസ്. മീനോ മീൻ മുള്ള കണ്ടിട്ട് ആ കണ്ടാ തോന്നുന്നു ഇപ്പം അങ്ങോട്ട് കഴിക്കുമെന്നേ. മീൻ മുള്ളൊന്നും കളയാൻ അവൻ കഴിച്ചോളൂ. അങ്ങനെ മുള്ളു മാറ്റി കഴിച്ചു അറിയെന്ന് തോന്നുന്നു. അങ്ങനെയാണ് സാധാരണ ചെയ്യുന്നത്. ഇതൊന്നും കഴിക്കും. ഇരിക്കണോ? ആ മീൻ ഇരുന്നോ. ഉച്ചമ്മ കുഞ്ഞ് എന്തൊക്കെയാ തന്നല്ലേ? കുഞ്ഞിനൊക്കെ ഇരിക്കാൻ അറിയാം എൻ്റെ കുഞ്ഞിന്. പൊന്നു ചേച്ചിയും കഴിക്കുക. ഇനി എന്തോ മോന് വേണ്ടേ? മീൻകറിയോ? ആ എടുത്തോ എടുത്തോ എടുത്തോ. ആ കഴിഞ്ഞ കൊണ്ടിരിക്കാൻ പൊന്നി എടുത്ത് തരും മോന് മീന് മുള്ളില്ലാണ്ട്. ആ പൊന്നി നുള്ളി നുള്ളി മീൻ ഇത്തിരി കൊടുക്കണേ. അതിൽ മുള്ളുണ്ടോ? ഉള്ളിൽ മുള്ളുണ്ടോ? ദശയിൽ മുള്ളുള്ള മീനാണോ? ആ ദേശം അതിനില്ല. ആ കൂട്ടി കഷ്ണത്തിലേ ഉള്ളൂ. നോക്കട്ടെ വിഷമ തരാം. തോരൻ കറി ഇട്ടോ കുഞ്ഞിന്. ഞാൻ ഉച്ചമ്മ എല്ലാം കുഞ്ഞിന് വാരി വാരി കൊടുക്കുന്നുണ്ടോ? കഴിച്ചോട്ടോ കിടിച്ചേട്ടാ നമ്മുടെ കോഴീനും പട്ടീനെയും ഒക്കെ അറിയാന്ന്. കഴിക്കുന്ന പ്ലേറ്റ് എവിടെ അവൻ കഴിക്കും. അയ്യോ തിരിഞ്ഞ് നേരെ ഇരിക്കും. അവന് കാലങ്ങനെ വെച്ച് അറിയത്തില്ല. മക്കള് കാലല്ലാണ്ട് മോൻ ഇഷ്ടത്തിന് വെച്ചോ. വെച്ചോ മോൻ ഇഷ്ടത്തിന് വെച്ചോ. ഇഷ്ടമുള്ള പോലെ വെച്ചോ. കുഞ്ഞ് നിൽക്ക് നിൽക്ക് നിൽക്ക്. കാലകത്തി വെച്ചോടാ കുഴപ്പമില്ല. അവൻ നല്ലവനാന്ന് അറിയിക്കാൻ വേണ്ടിയാ കാലങ്ങനെ വെച്ചാ. ഇങ്ങനെ 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 ഉച്ചമ്മ അവനെ കൊടുത്തേ. ഇവിടെ വെച്ചോ ഇവിടെ വെച്ചോ. ആ എന്നാ എങ്ങനാ ഇങ്ങനെ വെക്കുന്ന നല്ല പിള്ളേരെന്ന് പറഞ്ഞു പോയി. അതാ അയ്യോ ഇങ്ങനെ കഴിച്ചോ കേട്ടോ. ഇനി ഇവനെ ഞാനിന്ന് കഴുകി എടുക്കേണ്ടി വരും. തോരൻ നോക്കിട്ട് നോക്കിയേ. ഈ കൈ കൊണ്ട് ഈ കൈ അവനെ അവൻ്റെ കൈക്ക് വിട്ടേക്ക് കേട്ടോ. കാരണം വേണ്ട അത് വേണ്ട കുഞ്ഞിന്. ഒന്നും വേണ്ട. പുള്ളിയല്ലേ എന്നപ്പാ നിങ്ങൾക്ക് കാത്തിടല്ലോ. ആ ഇല്ല 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 മീൻകറി അതിനകത്തിടല്ല എന്നല്ലേ? കൊച്ചു മീൻ എടുത്തോ. ഇതൊക്കെ വീട്ടിൽ വെച്ചാണ് അവന് വിളച്ചില്. ആ ചെറുപയർ കറി കഴിക്കും. മുള്ളണ്ട തിന്നത്തില്ല അപ്പോഴത് പോവും. മോനോ വലിയ ചെറുക്കനായി. മുള്ളൊന്നും തിന്നണ്ട. പൂച്ചയൊന്നും അല്ല നീ. ഇതിനെ കണ്ടോ? കണ്ണാപ്പിന്റെ ഓഫ് റോഡിന്റെ സംഭവങ്ങളാണ് ഇതിനകത്തൊന്ന് കാണിച്ച്. അകമൊന്ന് കാണിച്ച്. ആ ഒരു ഗ്ലൗസിന്റെ അകത്ത് അടുത്ത ഗ്ലൗസ്. ഇത് അവന്റെ തൊപ്പിയ ഊരാ സമ്മതിക്കത്തില്ല. എന്ത് രണ്ട് തൊപ്പിയുണ്ട്. 2 തൊപ്പി. ഇപ്പൊ പുള്ളിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഗ്ലൗസിന്റെ എണ്ണം കൂടുതലാ. കൈയില്ല. എവിടെ ഇടും? ഇനി എവിടെ ഇടുമെന്നുള്ള ഒന്നിന്റെ പുറത്ത് ഒന്ന് വെച്ചിട്ടിട്ട് കൈ ഇങ്ങനെ ഇടും. ഇനി എന്തോ ഈ മക്കളെ ബാക്കി ഗ്ലൗസ് ഇടുന്നേ? നമുക്കെന്നാ പതുക്കെ ഒന്ന് കിടന്നാലോ ഉറങ്ങാൻ വേണ്ടിയിട്ട്. നാളെ ബാക്കി ഇടാല്ലേ കുഞ്ഞാ. നമുക്ക് കയറി കിടക്കാം. ഇത് നമുക്ക് എടുത്തു വെക്കാം. കൊച്ചിന്റെ അടുത്ത് തന്നെ വെച്ചേക്കാം. നാളെ ഇടാൻ വേണ്ടിട്ട് ഇവിടെ തന്നെ വെക്കാം കുഞ്ഞിന്റെ അടുത്ത്. അപ്പൊ എന്റെ കൂടെ കിടക്കുന്നോ അതോ ഉഷമ്മേന്റെ കൂടെ കിടക്കോ? കുഞ്ഞിന്റെ കൂടെ അപ്പനോട് കാണും. അവൻ എൻ്റെ കൂടെ കിടക്കത്തുള്ളൂ. ഇവിടെ കിടക്കാം. നമുക്ക് ഇവിടെ കിടക്കാം. കുറച്ചു നേരം ഇവിടെ നിന്ന് കളിച്ചിട്ട് വാ കേട്ടോ. കളിക്കും. ആ ചേരം കളിച്ചു ഇപ്പൊ തന്നെ